ഇത് കണ്ണൂർ ജില്ലയുടെ വടക്ക് കേളകമെന്ന ചരിത്ര പ്രധാന സ്ഥലം. ചരിത്രം മറക്കാത്ത കുടിയേറ്റ യുദ്ധത്തിന്റെ പീഡനഭൂമി. ഫാദർ വടക്കൻ എന്ന ചരിത്ര പുരുഷന്റെ ത്യാഗോജ്ജലമായ പോരാട്ടത്തിന്റെ ചരിത്രം വാണരുളുന്ന നാട്. വില്ലിംഗ്ടൺ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിന്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണ്. കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി സമരവീര്യ പോരാട്ടങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഈ മണ്ണിൽ ഒരു ജനത നട്ടുനനച്ചു വളർത്തിയത് കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നില്ല. ആത്മീയതയുടെ സുവർണ ഗോപുരങ്ങൾ കൂടിയായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ അകത്തളങ്ങളിൽ ഇവർ കുടിയിരുത്തിയത് ക്രിസ്തുവിനെ കൂടിയായിരുന്നു. കാടിനു നടുവിൽ മനക്കരുത്തോടെ കുടിൽ കെട്ടി കുടിപ്പാർക്കുമ്പോൾ സ്വപ്നങ്ങൾ വിടരുന്നത് അവർ കണ്ടു. ഇട്ടെറിഞ്ഞോടിപ്പോന്നവരുടെ ഇല്ലായ്മകളിലേക്ക് ദുരന്തങ്ങൾ ഒരു മഹാവ്യാധിയായി പെയ്തിറങ്ങുമ്പോൾ മലകളിൽ നിന്നും മാമലകളിലേക്ക് അവർ പലായനം ചെയ്തു. തേനും പാലുമൊഴുകുന്ന താഴ്വാരമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ തരിശു നിലം കാട്ടി അവനോട് ദൈവമരുൾ ചെയ്തു, നിന്റെ വിയർപ്പ് കൊണ്ട് നീ അന്നം ഭക്ഷിക്കുക. കയ്യും മെയ്യും മറന്ന് അവൻ ഭൂവിലേക്കിറങ്ങി. മണ്ണ് കിളച്ചു മറിച്ചു. ഭൂമിയുടെ മൺചാലുകളിൽ അവരുടെ വിയർപ്പുറ്റി മണ്ണിന് വളമേകി. ദുരിതപർവങ്ങളുടെ ചെങ്കുത്തുകൾ അവർ തങ്ങളുടെ അന്നത്തിന്റെ താഴ്വാരങ്ങളാക്കി. ഇടയ്ക്ക് ദുരന്തം വിതറി കടന്നു പോകുന്ന പ്രകൃതി അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി. എന്നിട്ടും അവർ പിടിച്ചു നിന്നു. പലായനം ചെയ്യപ്പെട്ടവർ തിരിച്ചു പോവാൻ ഇടമില്ലാതെ അതിജീവനത്തിന്റെ ജീവിതരേഖകൾ സ്വയം വരച്ച് പൂർത്തിയാക്കി. ഇവരുടെ ജീവിത പൂർത്തീകരണത്തിന്റെ മൂർത്തഭാവമായി ഇന്ന് ഈ ദേവാലയം നിലകൊള്ളുന്നു. ഇന്ന് ഈ നാടിന്റെ ദൈവീക പൂർത്തീകരണമായി കാവൽ മാലാഖമാരെ കാവൽ നിർത്തി ഈ നാടിന്റെ സർവ്വ ഐശ്വര്യമായി ഈ ദേവാലയം ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. ദൈവീക മന്ത്രണങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ലയിച്ചിഴുകിച്ചേരുമ്പോൾ ആത്മബോധത്തിന്റെ നിറങ്ങൾക്ക് ഇവിടെ മാറ്റുകൂടുന്നു. ഇതൊന്നും ഒരു മഴയല്ല, ഇതൊന്നും മഴയല്ല. 48-50 കാലങ്ങളിലൊക്കെ പെയ്ത മഴയുണ്ടല്ലോ, അതിൻ്റെ 1 മണിക്കൂർ പെയ്ത മഴ മൊത്തം ചെയ്യാണ്ട് പെയ്തില്ല.
മഴ മഴ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ഒന്നും മഴയല്ല, മഴയല്ല. കാര്യമായ മഴ പെയ്ത് 49-50 കാലങ്ങളിലാണ്. കുടിയേറ്റത്തിന്റെ കാലം. അതെ, കുടിയേറ്റത്തിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മള് വിമോചന സമരത്തിൻ്റെ കാലത്തൊക്കെ എന്തൊരു മഴയായിരുന്നു. 57-ന്റെ വിമോചന സമരം ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ചെറുതായിരുന്നാലും പറഞ്ഞു കേൾക്കുന്നു അനുഭവങ്ങളുണ്ടായി. ഞാൻ 144 ലംഘിക്കാൻ തലശ്ശേരി പോയായിരുന്നു, അടി കിട്ടി. ആദ്യകാലത്ത് നിങ്ങൾ കുടിയേറ്റത്തിന്റെ സമയം എന്ന് പറയുമ്പോൾ 45-47 കുടിയായിരുന്നു. 47 കുടിയെത്തിയോ? ഇല്ല, അതിനുശേഷം ഉള്ള സമയത്തായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പം നമ്മുടെ മലബാറിലെ കുടിയേറ്റക്കാരുടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ഭാഗത്തൊക്കെ? അന്ന് കുടിയേറ്റക്കാർക്ക് ആരാവുള്ള? ആരുമില്ല, ആരുമില്ല. ഇവിടെ അന്ന് എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ അന്നൊരു സുമാർ എല്ലാം കൂടെ നോക്കിയാൽ ഒരു 10-100 വീടുണ്ട് ഇവിടെ. എല്ലാ വിഭാഗക്കാരും വിമോചന സമരത്തിന് അല്ലല്ലോ, വിമോചന കുടിയേറ്റത്തിന്റെ സമയം. കുടിയേറ്റത്തിൻ്റെ സമയം ഇവിടെ 7 വീടല്ലേ ഉള്ളൂ. 7 വീടാണ് ഇവിടെ. അപ്പം പ്രദേശങ്ങൾ മുഴുവൻ കാടാ. അതെയോ വഴി സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നേ? വഴി എവിടുന്ന് നമ്മൾ ട്രെയിൻ? വഴിയൊന്നുമില്ലെന്നേ, വഴിയൊക്കെ വെട്ടിയല്ലേ. എവിടെയാ വന്ന് ആദ്യം ഇറങ്ങുന്നത്? നമ്മുടെ തലശ്ശേരി ഭാഗത്ത് ആദ്യം ഇറങ്ങിയത് ചുമ്പക്കുന്നിൽ പോയി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നടന്ന് ഇങ്ങോട്ട് വന്നു ചുമടുമായിട്ട്. തലശ്ശേരിയിലെ ട്രെയിനിനാണോ വന്നിറങ്ങിയത്? തലശ്ശേരി ട്രെയിനിന് വന്നിറങ്ങി. എന്നിട്ട് അവിടെ കേരള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അവിടുന്ന് തിരിച്ച് ഇവരുടെ സഹായം കൊണ്ട് ബസ്സിൽ കയറി പേരാവൂർ ഇറങ്ങി. അന്നൊരു സഹായം നമുക്കുണ്ടായിരുന്നു, മുഞ്ഞനാട്ട് വർക്കിച്ചേട്ടനാണ് പേരാവൂർ. പുള്ളിക്കൊരു ചായക്കട ഉണ്ടായിരുന്നു, വലിയ ചായക്കടയായിരുന്നു. അതിനകത്ത് നമുക്ക് പെണ്ണുങ്ങൾക്കും പിള്ളേർക്കൊക്കെ ഇരിക്കാനുള്ള എല്ലാ സൗകര്യവും തരും. അതിനകത്തിരിക്കും, അവിടുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ ഏതെങ്കിലും വാഹനം കിട്ടിയാൽ ലോറിയെ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാൽ വർക്കിച്ചേട്ടൻ അതിന് വേണ്ട സഹായം ചെയ്യും. മഴക്കാലത്തെ അവസ്ഥ എങ്ങനെയാണ്? മഴക്കാലത്ത് മുട്ടോളം ചെളിയല്ലേ മരത്തിൻ്റെ മഠത്തിനോട് ഇത്രയും താഴും. ചാണകപ്പാറയൊക്കെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഒപ്പം ചെളിയാ. ചാണപ്പാറയൊന്നും സാരമില്ല, മണത്തണയുടെ ഒന്ന് കിടക്കാനാണ്. അതാ കരോട്ടേക്കൊന്നും കയറാനൊരു സമ്മതിക്കുകയില്ല. നമ്മുടെ പറമ്പിലൊന്നും കയറി ചെളിയ കൂട്ടാൻ പാടില്ല. അങ്ങനെ അങ്ങോട്ട് പേരാവർക്ക് പോകുന്നത്, പേരാവർക്ക് തൊണ്ടിയിലേക്ക് പോകുന്നത്. മണത്തന അധികാരി പറയും, നിങ്ങളുടെ ഇഞ്ചൊന്നും വെട്ടി കളയരുത്. തലശ്ശേരി ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എത്ര ബസ്, ഇന്നത്തെ പോലുള്ള ബസ് സർവീസ് ഉണ്ടോ? അന്നത്തെ എത്ര ബസ് സർവീസ്? 2 ബസ്സല്ലേ ഉള്ളൂ. ആകെ 2 ഉള്ളൂ. ഒന്ന് എടുപ്പായി കൂടി, ഒന്ന് ഇരുട്ടി കൂടി. ആ 2 ബസ് സർവീസിലാണ് ഈ മനുഷ്യർ പോകാനുള്ളവരൊക്കെ അത്തേക്ക് കെട്ടിക്കിട്ടും. വരുന്ന വഴിക്ക് കാടൊക്കെ ആണെങ്കിലും പിന്നെ നമ്മുടെ ഈ കോടിയാടന്മാരൊക്കെ വന്ന കാലത്ത് ഇരുട്ടി തലശ്ശേരിയിൽ നിന്ന് ഗളകം വരെ നടന്നു നാട്ടിൽ നിന്ന് പോരുമ്പോഴേ വലിയ ആകാംക്ഷയുണ്ട്. നമുക്കിവിടെ വന്നാൽ പൊന്നു വിളയും, നെല്ലുണ്ടാവും, കപ്പയുണ്ടാവും, ഇഷ്ടം പോലെ തിന്നാനുണ്ടാവും. പട്ടിണിയുടെ കാലഘട്ടം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ല എൻ്റെ വിവരം അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ 17 കുഴി ചേനായിട്ട് 16 പന്നി തിന്നു ചെയ്യും വരെ. നെല്ല് വിതച്ച് കതിരായി കഴിയുമ്പോൾ പന്നി തിന്നും. ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ 4 ആന കാട്ടാന ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ പുരയിടത്തിൽ വന്നു രാത്രി. 4 ആന, ഒരു കുട്ടിയും 2 കൊമ്പനും ഒരു പിടിയാനയും കൂടെ. അന്ന് ഈ ആന ഓടിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അല്ല, വെടിയൊന്നും അല്ല, ശബ്ദം. ഇല്ലിക്കൊമ്പം വെച്ചിട്ട്. ഇന്നിവിടെ നിന്ന് ഈ അയലോക്കത്തുള്ളവരൊക്കെ കൂടെ വിളിച്ച് ആന പറമ്പിൽ പറമ്പിൽ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവിടുന്ന് വീട്ടിലേക്ക്, എൻ്റെ അമ്മയും ഭാര്യയും കൊച്ചും ഒക്കെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അവർ വന്ന് ആനയെ ഓടിക്കുകയായി. മാണിക്കഞ്ചാലിൽ ഇറങ്ങി അക്കരെ കയറുന്നവരെ ഒരു ബന്ധവും കൊണ്ട് പുറകെ പോയി. എപ്പോഴൊക്കെയാണ് നിങ്ങൾ നാടിന് തിരിച്ചു പോകുന്ന? എപ്പോഴൊക്കെയാണ് ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥ എങ്ങനെയാണ്? നാട്ടിൽ നിന്ന് പോയച്ച് ഇങ്ങോട്ട് വരുന്നതിന് അല്ല, ഇവിടുന്ന് തലേദിവസം പോകും. തലേദിവസം ഏതെങ്കിലും വിധത്തിൽ പേരാവൂരി എന്ന് അവരോട് കേണപേക്ഷിച്ച് തലശ്ശേരിയിൽ ഇറങ്ങും. തലശ്ശേരി ഇറങ്ങിയാൽ പിന്നെ ട്രെയിൻ കിട്ടുമല്ലോ, ഏതെങ്കിലും ട്രെയിനിൽ പോകാം. അങ്ങനെ ആലുവയിൽ ഇറങ്ങും, പിന്നെ ആലുവയിൽ നിന്ന് പോകും. അവിടെ ഇങ്ങോട്ടുള്ളവർ ഇതിനെക്കുറിച്ച് ഈ കുടിയേറ്റക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്ന അവസ്ഥ, ബസ്സിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതോ? കുടിയേറ്റക്കാർ കടന്നു വരുന്ന അവസ്ഥ എന്നാ പറയാനാ സാറേ? പിന്നെ ഇവരുടെ ഈ നക്കാപ്പിച്ച മേടിയിൽ കഴിഞ്ഞാൽ പിന്നെ വലിയ പൈസയൊന്നും ബാക്കി വരികയില്ല. ഈ പോലീസുകാരുടെ അവിടുത്തെ
സാധനങ്ങൾ കൊണ്ടുവന്നിറക്കി കഴിയുമ്പോൾ ലിസ്റ്റ് എടുക്കാൻ ഒരാൾ, തൂക്കം നോക്കാൻ ഒരാൾ. കൊണ്ടിരുന്നത് ട്രെയിനെ കൊണ്ടുവരാൻ, ട്രെയിനിലോട്ട് കയറ്റണമെങ്കിൽ പ്രീ പാസിന് ഒരു ഉറുപ്പിക വേണം, വേഗം വേണം, വണ്ടി വരാറായി. ഇവരുടെ കുലവും സന്തതി ധനവും കൂടി നശിക്കട്ടെന്ന് കരുതി കരള് കരിഞ്ഞ് രൂപ 11 പരിചോട് കൊടുത്തു. വണ്ടിക്കാർക്ക് കൊടുക്കും, പോലീസുകാർക്കും മറ്റേ അങ്ങനെ കൊടുക്കും. എന്നിട്ട് നമ്മളെ ഇങ്ങോട്ടേക്കും. ബസ്സേ കയറുന്ന അവസ്ഥ എങ്ങനെയാണെന്നറിയാം. ഒരു ബസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബസ്സേ കയറി അവരേതെങ്കിലും തരത്തിൽ നമ്മളെ പേരാവരെത്തിക്കും. അതിനകത്തുള്ള യാത്രയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? സീറ്റുണ്ടോ? ഇരിക്കും. സീറ്റൊന്നും കിട്ടൂല. ഇതിനകത്ത് കയറി കൊച്ചിനെയൊക്കെ എടുത്ത് കിടത്തി അതിനിടയ്ക്ക് ഇരിക്കും. ഈ കുടിയേറ്റക്കാരോട് പ്രത്യേകിച്ച് വല്ല പരിഗണന ഉണ്ടോ? അല്ല, സീറ്റ് ഉണ്ടെങ്കിൽ തരും. ആ വട്ടികൾ, കൊട്ടകൾ, ചുട്ടികൾ, പെട്ടികൾ, ചട്ടികൾ കെട്ടിയെടുത്തു. മനസ്സിൽ 80 പേരെ ഇട്ട് ചരിക്കും. ബസ്സിൽ കയറി വാവല് തൂങ്ങും മാതിരി തൂങ്ങിയിട്ടങ്ങനെ ആരുവായെത്തി. കൂലിക്കാരെന്നുള്ളൊരു കോലന്മാരുടെ പിടിയിൽപ്പെട്ടു. അവരുടെ പിടി വിട്ടുടനെ മറ്റൊരു കടുവാക്കൂട്ടിൽ ചെന്നു പതിച്ചു. പരിശോധകരാം പരിഷക്കൂട്ടം, പരിതാപകരം പറയാൻ വയ്യ. കഷ്ടതയെല്ലാം തീർന്നല്ലോ, തീ വണ്ടിയിലേക്ക് ഇനി നിന്ന് ജനിച്ച്. കഷ്ടപ്പാടും ദുരിതവും അല്ലാതെ വേറൊന്നുമില്ല. ഷൊർണൂരെത്തിയ നേരത്തേക്കും 90 ചിലവായത് കഷ്ടം. പിന്നീടുള്ളൊരു 10 കൊണ്ട് കോഴിക്കോട്ടൊരു ഹോട്ടലിലെത്തി. ഇഷ്ടന്മാരും നാട്ടുജനങ്ങളും ഒട്ടേറെ കണ്ട ഹോട്ടലിലപ്പോൾ ചോദ്യശരങ്ങൾ വന്നിത് 4 വശത്തും മണലെറിയും പോലെ. ജ്യേഷ്ഠ എവിടുന്നാണ് വരുന്നത്? നാട്ടുവിശേഷം അതെന്തെല്ലാമോ? അരിമണ്ണെണ്ണ ലഭിക്കുന്നുണ്ടോ? ഗുരുതരമാണോ കൺട്രോളെല്ലാം? സ്ഥലമെങ്ങാനും വാങ്ങിച്ചോ താൻ? വിലയോ കൂടി വരുന്നത് കേട്ടോ? കേരം വയ്ക്കണം എന്നുണ്ടെങ്കിൽ പേരാമ്പ്രയാണ് എന്നോട് നോട്ടം. താനാണോടോ ഹൈസി ചാക്കോ പേരാവൂരിന് എന്തൊരു കുറ്റം? അങ്ങനെയാണ് 1961 ജൂൺ മാസം 27-ാം തീയതി പത്രം വന്നപ്പോൾ ഒരു വാർത്ത കണ്ടു. എന്താ? കൊട്ടൂരുള്ള ജനങ്ങൾ അനധികൃതമായി കയ്യേറിയതാണെന്ന്, അവരെ വെറും കയ്യാൽ ഇറക്കി വിടണമെന്നും പി. ഗോപാലൻ MLA അസംബ്ലിയിൽ ഷാളെടുത്ത് വിരിച്ച ചവിടിയിരുന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചു. അന്നേരമാണ് ജനങ്ങളെല്ലാം മേലോട്ട് നോക്കുന്നത്. ഇവിടെയുള്ള കുടിയേറ്റ കർഷകർ 3500-4000 വീട്ടുകാർ കൊട്ടൂരുള്ള ജനങ്ങളെ അനധികൃതമായി കയ്യേറിയവരാണെന്നും അവരെ വെറും കയ്യാൽ ഇറക്കി വിടണമെന്നും പി. ഗോപാലൻ MLA അസംബ്ലിയിൽ അസന്നിഗ്ധമായി പ്രസ്താവിച്ചു. അന്നേരമാണ് മേലോട്ട് നോക്കുന്നത്. ഉടനെ AK ഗോപാലൻ, പിന്നെ തലശ്ശേരി ബിഷപ്പ് എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ചു. ഉടനെ ബിഷപ്പിൻ്റെ പേർക്ക് ഫാദർ വടക്കനെ ക്ഷണിച്ചു. വടക്കന് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ഏറ്റെടുത്തു. ഇത് പഠിച്ച് ഞാൻ ഈ പ്രശ്നം കുടിയിറക്കാതെ ഞാൻ നോക്കിക്കോളാമെന്നുള്ള ഉത്തരവാദിത്വം സ്റ്റേജിൽ വെച്ച് പുള്ളി അങ്ങ് പ്രസ്താവിച്ചു. അങ്ങനെ വന്നപ്പോഴല്ലേ വടക്കനവച്ചനല്ലേ ചെറിയാത്തച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ പഠിക്കുക, ഓരോ വീടുകളും ചെന്നിട്ടും ഇടവകൾ അങ്ങനെ ഫാദർ വടക്കനും ലിങ്കടനും ചെറിയത്തച്ഛനും കൂടി നമ്മുടെ ഈ 3500 കുടുംബങ്ങളെ സംരക്ഷിച്ചോളാമെന്ന് ഫാദർ വടക്കൻ വാഗ്ദാനം ചെയ്യുകയാണ്. പരമൻ്റെ അവിടെ സ്റ്റേജ് കെട്ടി. വള്ളപ്പള്ളി പിതാവ് അങ്ങനെ കുടിയേറ്റ മേഖലയിലൊരു പുതിയ യുഗം പറഞ്ഞു. ഫാദർ വടക്കനും വില്ലിങ്കടനും വന്ന് സമരം ഏറ്റെടുത്തതിന് ശേഷം പുതിയ യുഗം അവർക്ക് നേതൃത്വം കൊടുത്തത് വള്ളപ്പള്ളി പിതാവ്. നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ളൊരു അവസരം കിട്ടി. MSPക്കാരെ മുഴുവൻ പിൻവലിച്ചു. പട്ടാളം ഇവിടുന്ന് പോയി. ഇന്നിപ്പോൾ ആരാധനാ സൗകര്യങ്ങൾ, മറ്റു സൗകര്യങ്ങളെല്ലാം നമുക്കായി. നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ ഇപ്പം മാനന്തവാടി തലശ്ശേരി രൂപത വിഭജിച്ച് തലശ്ശേരി വിഭജിച്ച് മാനന്തവാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള പിതാക്കന്മാരുടെ സഹകരണവും അവിടെ നിന്നുള്ള അച്ഛന്മാരുടെ സഹകരണം കിട്ടി. ഇപ്പം തൊട്ടടുത്ത് തന്നെ പള്ളിയായില്ലേ. അപ്പോൾ അത്യാവശ്യം ഒരു ഇടദിവസം തന്നെ പോകും. പണ്ടൊക്കെ ഞായറാഴ്ച പോകണമെന്ന് വിചാരിക്കുന്നു. മഴക്കാലത്ത് പോകാമായിരുന്നു, വേനൽക്കാലത്ത് മാത്രമേ പോകാറുള്ളൂ. ഇപ്പോൾ അതല്ല, ഇടദിവസം പോകണമെങ്കിലും എല്ലാവരുടെയും സഹായം ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ കിട്ടിയത്. അതും ഒരു നല്ല പള്ളി.
യേശുനാഥാ